ലോകരാഷ്ട്രങ്ങൾ അപലപിക്കുന്നു കശ്മീരിൽ നടന്ന ഭീകരാക്രമണത്തിൽ. അതോടൊപ്പം തന്നെ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ശ്രീനഗറിലെത്തി അദ്ദേഹം മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ള അതോടൊപ്പം തന്നെ മറ്റുള്ള നേതാക്കളുമായി കൂടിയാലോചനകൾ നടത്തുകയാണ്. തുടർ നടപടികൾ സംബന്ധിച്ച കാര്യങ്ങൾ ചർച്ചയിലേക്ക് വരും. NIA പ്രത്യേക സംഘം സ്ഥലത്തെത്താൻ പോകുന്നു. സൈന്യം ആ മേഖലയാകെ വളഞ്ഞിട്ടുണ്ട്. ഭീകരാക്രമണം നടത്തിയവർക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ഊർജിതമാക്കുകയാണ്. വിജയകുമാർ എന്നോടൊപ്പം ചേരുന്നുണ്ട്. വിജയകുമാർ, ഇതിനു മുൻപ് 2000 തൊട്ട് നടന്നിട്ടുള്ള ആക്രമണങ്ങൾ പരിശോധിച്ചു കഴിഞ്ഞാൽ അതിൽ ഭൂരിഭാഗം ഭീകരാക്രമണങ്ങളും ലക്ഷ്യം വെച്ചിരിക്കുന്നത് അമർനാഥ് യാത്രികരെയാണ്. കൂടുതൽ പേരും കൊല്ലപ്പെട്ടിരിക്കുന്നതും അമർനാഥ് യാത്രികരാണ്. ഇവിടെയും സമാനമായ രീതിയിൽ അത് ഒരു വിനോദസഞ്ചാര മേഖലയാണ്. വിദേശ വിനോദസഞ്ചാരികൾ അടക്കം ആക്രമിക്കപ്പെടുന്നു. ഇത് വീണ്ടും ഇതിൻ്റെ സ്റ്റെബിലിറ്റിയെ, കശ്മീരിൻ്റെ സ്വൈരജീവിതത്തെ, അതിൻ്റെ സമാധാനത്തെ, അതിൻ്റെ സാമ്പത്തിക സ്ഥിരതയെ തകർക്കുക എന്ന ലക്ഷ്യമാണോ ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്? കേന്ദ്ര സർക്കാർ ഈ വിഷയത്തെ ഒരു റിട്ടാലിയേഷൻ, ഒരു തിരിച്ചടി കൊണ്ട് മാത്രം പരിഹരിക്കേണ്ടതോ പരിഗണിക്കേണ്ടതോ ആയ ഒരു വിഷയമാണോ? എങ്ങനെ വേണം ഈ സാഹചര്യത്തെ നിലവിൽ വിലയിരുത്താൻ? ജികെ, അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു ക്വിക്ക് അപ്ഡേറ്റ് ഉള്ളത്. മരണസംഖ്യ 28 എന്ന വേദനാജനകമായ വിവരം കൂടി വരുന്നുണ്ട് ശ്രീനഗറിൽ നിന്ന്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഒരു ഇറ്റാലിയൻ പൗരനും ഒരു ഇസ്രായേൽ പൗരനും കൊല്ലപ്പെട്ടിട്ടുണ്ട് എന്നൊരു വിവരം കൂടി വരുന്നുണ്ട്. അപ്പോൾ അതുപോലെ ഗുജറാത്തിൽ നിന്നുള്ള 3 പേർ മരണമടഞ്ഞു. അത് മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേർ മരിച്ചിട്ടുണ്ട്. 2 മഹാരാഷ്ട്രക്കാരാണ് മരിച്ചത്. അത് ദിലീപ് ഡിസ്ലെ, അതുൽ മോനെ എന്നീ 2 മഹാരാഷ്ട്രയിൽ നിന്നുള്ള 2 പേർ മരിച്ചിട്ടുണ്ട്. വിനോ ഭട്ട്, മണിക് പട്ടേൽ, റിനോ പാണ്ഡെ 3 ഗുജറാത്ത് ഭാവ്നഗറിൽ നിന്നുള്ള 3 പേർ മരിച്ചു എന്ന വിവരം വരുന്നുണ്ട്. ഇസ്രായേൽ പൗരൻ മരിച്ചിട്ടുണ്ട്, ഇറ്റാലിയൻ പൗരൻ മരിച്ചിട്ടുണ്ട്. 28 മരണം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് വിവിധ ഏജൻസികൾ നൽകുന്ന വിവരം. ജികെ ചോദിച്ചതുപോലെ തന്നെ ഇത് ലഷ്കർ ഇ തയ്യബയുടെ ഒരു പ്രോക്സി ഗ്രൂപ്പാണ് ഈ പറയുന്ന TRF എന്നത്. TRFിൻ്റെ ആക്രമണ രീതി, TRF പലപ്പോഴും ഈ പ്രാദേശികമായി ആക്രമണങ്ങൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്ന ഒരു ഗ്രൂപ്പായാണ് TRFിനെ വിശേഷിപ്പിക്കുന്നത്. അവർ എപ്പോഴും ലക്ഷ്യമിടുന്നത് ഈ പറയുന്ന കശ്മീരിൽ ശ്രീനഗർ കേന്ദ്രീകരിച്ച് ശ്രീനഗറിനും പരിസര പ്രദേശങ്ങളിലും ആക്രമിക്കുകയാണ് അവർ പലപ്പോഴും ചെയ്യുന്നത്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് അമർനാഥ് തീർത്ഥാടകരെ ആക്രമിക്കുക എന്നതാണ്. അമർനാഥ് തീർത്ഥാടനം ആ സീസൺ സമാധാനപരമായി നടക്കാൻ അനുവദിക്കില്ല എന്ന് യഥാർത്ഥത്തിൽ ഈ കാശ്മീരിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, തെരഞ്ഞെടുപ്പ് നടക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി തെരഞ്ഞെടുപ്പ് തടസ്സപ്പെടുത്തുക എന്നതാണ് ഈ ഭീകരവാദികൾ ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊന്ന്, അത് സമാധാനപരമായി നടന്നാൽ ഒരു സർക്കാർ അവിടെ രൂപീകരിക്കപ്പെടും, അത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കും. ഇത്തവണ ആ നീക്കങ്ങളാകെ പരാജയപ്പെട്ടു. പിന്നീടുള്ളത് ഈ പറയുന്ന അമർനാഥ് തീർത്ഥാടനമാണ്. ജമ്മു കാശ്മീരിലെ മുഴുവൻ മിഷണറിയും ഒരുമിച്ച് ഈ അമർനാഥ് തീർത്ഥാടനത്തിന് സഹായങ്ങൾ ഒരുക്കുന്നുണ്ട്. പോലീസും മിലിറ്ററിയും പാരാമിലിറ്ററിയും ഒക്കെ ഒരുമിച്ച് ചേർന്നാണ് അവിടെ ഈ അമർനാഥ് തീർത്ഥാടനം നടത്തുന്നത്. ആ തീർത്ഥാടന വഴിയിൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാകാതിരിക്കാനുള്ള കരുതൽ എപ്പോഴും എല്ലാ കാലത്തുമുണ്ട്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയും ജമ്മു കാശ്മീർ സർക്കാരും ഒരുമിച്ച് നടത്തുന്ന ഒരു വലിയ ഓപ്പറേഷനാണ്. 3-4 മാസങ്ങളോളം തുടർച്ചയായി അവരുടെ അധ്വാനമുണ്ട്. അപ്പോൾ അത് തടസ്സപ്പെടുത്തുക എന്നതാണ് മറ്റൊന്ന്. എന്നാൽ ഇതിനിടയിൽ ഏതൊക്കെ ഘട്ടങ്ങളിൽ ആക്രമിക്കാൻ കഴിയുമോ ആ സമയത്തൊക്കെ ഈ ലഷ്കറും ജെയ്ഷെ മുഹമ്മദും തുടർച്ചയായി ആക്രമണങ്ങൾ ആ വഴിയിൽ നടത്താറുണ്ട് പതിവ്. പക്ഷേ അതും കഴിഞ്ഞ സീസണിലൊക്കെ കാര്യമായ പ്രശ്നങ്ങളില്ലാതെ നടന്നു. ഇപ്പോൾ ജൂലൈ 3-ന് യാത്ര, അമർനാഥ് തീർത്ഥാടനം തുടങ്ങാൻ പോവുകയാണ്. അതിന് തീർത്ഥാടകർ ഒരുങ്ങുന്നു, സംവിധാനങ്ങൾ ഒരുങ്ങുന്നു. ആ സമയത്താണ് അതിന് തടസ്സമുണ്ടാക്കാൻ വേണ്ടി ആ വഴിയിൽ തന്നെ അതിൻ്റെ പ്രധാന റൂട്ടിനോട് ചേർന്ന് തന്നെ ഈ ആക്രമണം ഉണ്ടാക്കുന്നത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, അമർനാഥ് തീർത്ഥാടകരെ അവിടേക്ക് വരരുത്, അവരെ ലക്ഷ്യം വയ്ക്കുമെന്നൊരു മുന്നറിയിപ്പാണ് TRFിൻ്റെ ഫാൽക്കൺ ഏജൻസ് ഇപ്പോൾ ഫാൽക്കൺ സ്ക്വാഡ് ചെയ്യുന്ന ഒരു കാര്യം. മറ്റൊന്ന്, പ്രാദേശികമായി അവിടെ ഈ ധാരാളം വിനോദസഞ്ചാരികൾ വരുന്നുണ്ട്. ആ വിനോദസഞ്ചാരം എന്നത് കേവലം അവിടേക്ക് ആളുകൾ എത്തുന്നു, അവിടെ വരുമാനം കൂടുന്നു, അവിടുത്തെ എക്കണോമിക് ആക്ടിവിറ്റീസ് കൂടുന്നു എന്നത് മാത്രമല്ല, പ്രാദേശികമായി ഭീകരരെയൊക്കെ അവർക്കുള്ള പിന്തുണ ഇല്ലാതാവുക കൂടി ചെയ്യുന്നുണ്ട്. ഈ 2 ലക്ഷ്യം വെച്ച് നടത്തിയ നീക്കമാണ് അത്. എനിക്ക് തോന്നുന്നത് അതിലവർ ഈ പറയുന്ന ഭീകര സംഘങ്ങൾ പരാജയപ്പെടും, അവിടെ രാജ്യം ജയിക്കും, അവിടുത്തെ ജനങ്ങൾ ജയിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്, ഇന്നല്ലെങ്കിൽ നാളെ.